ചായ. ആ ദോശയായി. ദോശയുണ്ട്, പൊറോട്ട ഉണ്ട്, ഇറച്ചിയുണ്ട്. എന്താ വേണ്ടേ? ആ എന്നാ ഒരു 4 ദോശ. 4 ദോശ ഇപ്പൊ തരാം കേട്ടാ. 4 ദോശ ഒരു കടലക്കറി. 4 ദോശ. 4 ദോശ ഒരു കടലക്കറി എടുത്താ. കടല ഇപ്പൊ രണ്ട് പൊറോട്ട കൂടെ വെച്ചു കേട്ടാ. 2 പൊറോട്ട ഇപ്പൊ തരാം കേട്ടാ. ആ സവാള ഉള്ളിയും കൂടെ ഇട്ടോ. സവാള ഉള്ളി അത് തരാം. ഇപ്പൊ തരാമേ. ചേച്ചി വേണ്ട ബസ് വന്ന് പോവാ. അയ്യോ പോവല്ലേ, ബസ് വന്ന് പോവല്ലേ. ഇതായി അവന്റെ കുഴപ്പം. ഈ ബസ് പോകുന്ന സമയത്ത് അവന്മാർ ഈ ഓർഡർ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി ഇതൊക്കെ ഞാനിപ്പോ എന്തോ ചെയ്യാനാ? എന്തൊരു കഷ്ടമെന്ന് നോക്കിയേ. ആരാ ഇപ്പൊ വിളിക്കണേ? ഹലോ സന്തോഷ് ചേച്ചി. ആരാടെ? ചേച്ചി ഞാനാ ചേച്ചി, രാജേഷ. എന്തോന്നടാ? ചേച്ചിയുടെ ഭർത്താവ് വരുന്നുണ്ട്. ഭർത്താവ് ആ ചന്ത കിടന്ന് ഭയങ്കര ഇടി. എന്റെ ദൈവമേ, ഇങ്ങനൊരു മനുഷ്യൻ. ശരി വച്ചേരിങ്ങ് വരട്ടെ, ഞാൻ കൊടുത്തോളാം. എല്ലാരും എന്നോട് പറഞ്ഞു ചാവക്കാട് ബേബി വന്നിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോ കറക്റ്റാ, ചന്ത കിടന്ന് പോരിഞ്ഞ ഇടിയാ. ചാവക്കാട് ബേബി പറയുമ്പോ വലിയ പെരുമയുള്ള പേര്. ഈ നാട്ടിൽ കിടന്ന് ഉള്ള കണ്ടവന്മാരെ തല്ലുകൊള്ളാൻ എങ്ങനെ വിധി? ഇങ്ങനൊരു ഭർത്താവിന് എന്തിനാണ് ദൈവമേ എനിക്ക് തന്നത്? ഇന്നലെ ഇവിടെ കണ്ട് കിടന്നൊരു അടിപിടി ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ. ഇന്നലെ വൈകുന്നേരം ജട്ടി കിടന്നുറത്തിനെ കാല് കുത്തിയാൻ കുടിച്ചോളാം. നാണം ഉണ്ടോ നിങ്ങൾക്ക്? അത്യാവശ്യം മുൻകൊടുത്തവന്റെ കാലൊടിച്ചെങ്കിൽ പിന്നെ അഭിമാനം ഉണ്ടായിരുന്നു. നീ എന്തോ പറയുന്നത്? പിന്നെ ജട്ടിയിട്ടുണ്ട് കിടന്നവന്റെ കാല് കുത്തി ഓടിച്ചെന്നല്ല പറഞ്ഞത്. പിന്നെ വോട്ട് ജട്ടിയിൽ കിടന്ന കുറുത്തന്റെ കാല് കുത്തി ഓടിച്ചു. ഓ വലിയ കാര്യമായി പോയി. നീ അതൊന്നും നോക്കണം. നീ മര്യാദയ്ക്ക് ആ പെട്ടിക്കകത്ത് ഒരു 500 രൂപ. അയ്യടാ, ആറ്റുനോട്ടുണ്ടാക്കിയിട്ടിരുന്ന കടയായത്. ആദ്യം നോക്കിയിരുന്ന കട ഉണ്ടാകുമോ? ഇവളെന്തോ പറയുന്നത്? അങ്ങനെ ആദ്യം നോക്കിയിരുന്ന കട നീ ഒരു 500 രൂപ. ഇല്ല, പൈസ തരാൻ പറ്റില്ല. ഒരു 500 രൂപ എന്റെ തുടരെന്ന് പറഞ്ഞ ഒന്നാമത് ഈ കടയ്ക്ക് ശരിക്കും പൂട്ട് പോലും ഇല്ല. ആ പൂട്ടിലെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ പറയാ, കള്ളം കയറും. ആ സുധാകരൻ മോലാളിയുടെ വീട്ടിൽ കള്ളം കയറി. കഷണ്ടി ഉള്ളൊരു കള്ളം കയറി എന്ന് പറഞ്ഞ മോലാളി എന്നോട് പറഞ്ഞ. കഷണ്ടിയുള്ള കള്ളനാണ് കയറുന്ന സുധാകരൻ മോലാളി എങ്ങനെ മനസ്സിലാക്കി? അല്ല പിന്നെ സുധാകരൻ മോലാളിയുടെ 15,000 രൂപ ഉള്ള വിക്കറ്റ് കൊണ്ട് പോണ്ട കാര്യം എന്തുവാ? അതൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് പറയാം, കഷണ്ടിയുള്ള കള്ളനാണ്. ഒരു 500 രൂപ മര്യാദയ്ക്ക് എടുക്കുക. ചാവക്കാട് പേരുടെ സോവ എടുപ്പിക്കല്ലേ. ഭാര്യ ഭർത്താവൊക്കെ അങ്ങ് പോകും. ഞാൻ തീർന്നവനെ ഞാൻ പറ്റിയാനെ. പൈസ തൊട്ടാ വെട്ട് ഞാൻ ആ കൈ. ആണോ? എന്നാ കാണാലോ. നീ എന്റെ കൂടെ ഇറങ്ങി വന്നതിന് അന്ന് പറഞ്ഞ കാലക്കേടന്റെ. പിന്നെ ഇറങ്ങി വന്ന കഥയൊന്നും പറയണ്ട. എന്താ നിങ്ങളെ ഈ കുടി ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ കുടി നിർത്താനായിട്ട് ഞാനൊരു ജവിട് തകിച്ച് തന്നായിരുന്നാ? എന്തോന്ന് തകിട് ജപിച്ച് തന്നായിരുന്നാ? അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. ഈ തകിട് ജപിച്ച് ഞാൻ നമ്മുടെ വീടിന്റെ കന്നിമൂലയെ കൊണ്ട് ഇട്ടിട്ടുണ്ട്, അറിയോ? വീടിന്റെ കന്നിമൂല കൊണ്ട് തകിടിട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ കഞ്ഞി വെക്കാൻ ആ വീട്ടിൽ ഒരു മൂലയില്ല. അപ്പോഴാണ് അവള് കഞ്ഞിമൂല കൊണ്ടിട്ടേക്കുന്നത്. അവിടെ എനിക്കിത് വേണം. ഇതെന്തിനാ നിനക്ക് ഇതുപോലെ ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. ഇതാണോ ആവശ്യമില്ലാത്ത? എവളെന്തോ പറയാം, നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കണോ? എന്തോ ചെയ്യും. ഓട്ടെ നേരം വിളിക്കുമ്പോ എന്തോ ചെയ്യും. നീ അത് ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പറയാനേ അറിയാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുടുംബം നോക്കാൻ അറിയാവോ? ഞാൻ തോരത്തന്നെ കുടുംബം. എന്റെ വീട്ടില് അടുപ്പ് പുകയുന്ന എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുകയില്ലാത്ത അടുപ്പ് വെച്ച് പരിക്കാത്ത വെച്ചിട്ട് അടുപ്പ് പോയി ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നേ. എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് താഴത്തും തലയിലും വെക്കാതെ എന്നെ വളർത്തിയത്. അത് കൊള്ളാം കേട്ടാ. താഴത്തും അല്ല തലയിലും അല്ലാതെ. അപ്പൊ ഏറെ നിർത്താൻ നിന്റെ അച്ഛനാരടി മജീഷൻ സാമ്രാജ. നിങ്ങൾ മര്യാദ കുടി നിർത്താൻ നല്ലത്. ഞാൻ കുടി നിർത്തത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തണം. ഇല്ല, നിർത്തിയില്ലെങ്കിൽ നാളെ മുതൽ സദ്യ ഉണ്ടാവൂല. എങ്ങനെ? നിങ്ങൾ ഈ ഗുണ്ടായിസം നിർത്തിയില്ലെങ്കിൽ നാളെ മുതൽ സന്ധ്യ ഉണ്ടാവില്ല. നാളെ മുതൽ സന്ധ്യ ഉണ്ടാവില്ല അത്ര. അപ്പൊ നാളെ ഉച്ച കഴിഞ്ഞാൽ നേരെ രാത്രിയാ? അത് ഞാൻ സന്ധ്യക്ക് 6 മണിക്ക് ഉടനെ ചെല്ലാന്ന് ഞാൻ ഏറ്റു പോയതാണ്. നീ അറിഞ്ഞ കേസ് കറക്റ്റാണ്. ഞാനൊരു കാര്യം പറയാം, മര്യാദ ഇവിടെ പോകാൻ നോക്ക്. ഞാൻ പോകുന്നില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കടയാ. മര്യാദക്ക് 500 രൂപ എടുത്താടി. തരില്ല. ഒരു വണ്ണെങ്കിലും താടി. ഒരു വണ്ണം തരില്ല. ഒരു റോബച്ച പഴം വെട്ടി ഞാൻ. എടി ഷുഗർ ലോക ഇച്ചിരി മുട്ടായി അങ്ങനെ താടി. മുട്ടായില്ല, ഞാൻ ഷുഗർ ലോ ആവട്ടെ. ഈ അളവൊക്കെ കുറെ കണ്ടതാ സന്ധ്യ. മര്യാദയ്ക്ക് ഇവിടെ പോകാൻ നോക്ക്. തരത്തില്ലല്ലേ? തരത്തില്ലല്ലേ? മുട്ടായി തരില്ല. ഇല്ല തരില്ല. ഗുണ്ടായിസം എന്റെ അടുത്ത് എടുക്കരുത്. തരത്തില്ല. വേണ്ട വേണ്ട, എനിക്ക് ഇവിടെ ഇരിക്കാലോ. എനിക്കിവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നും. ഞാനിവിടെ ഇരിക്കും. ചാലം കഴിയുമ്പോൾ നീ വെള്ളം എടുക്കാൻ പോലെ കടയടിച്ചു പൊട്ടിക്കുന്നു. കൊല്ലും ഞാൻ എന്നെ അടിക്കാൻ കറ ഞാൻ ഈ പാടി എന്നാടി കളരി അറിയാം, എന്നാടി കരാട്ടെ അറിയാം, എല്ലാ സകല മർമാണി പരിപാടി അറിയാം. ആ എന്നെ നീ വാ അടി, നീ വാ അടി, പാടി അടി, എന്നെ അടി, അടി എന്നെ അടി, എന്നെ അടി, അടി എന്നെ അടി. അങ്ങനല്ല, ഒരു ടൈമിംഗ് ഉണ്ടത്. ടൈമിംഗ് ഒരു താളം ഉണ്ടത്. ഒരു താളം ഉണ്ട്. ഇത് നിനക്ക് ഊരാൻ പറ്റുമോ? അല്ല ഊരിയാൻ വിഷയമില്ല. കാരണം വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ള ഇങ്ങനെ
എടി സന്ധ്യയെ, ഞാൻ എത്ര നേരം വേണമല്ലോ ഇങ്ങനെ കിടക്കാം, എനിക്കത് വിഷയമല്ല. പക്ഷെ അടുപ്പേ കിടക്കുന്ന ദോശ കരിഞ്ഞു പോയാൽ എന്നോടൊന്നും പറയില്ല. അയ്യോ എന്റെ ദോശ. ഇവിടെ അപ്പുറത്തുള്ള ആൾക്കാരായത് ഞാൻ ഊരിയിട്ടുണ്ട്. അപ്പോഴാണ് ഏട്ടാടി ഞാൻ വരും. പിന്നെ ഞാൻ വരും. ഏട്ടാ മര്യാദയ്ക്ക് നീ പൈസ എടുത്ത് വെച്ചു. ഒരു പൈസ ഇല്ല. എന്നാ നിനക്ക് സ്വഭാവം അറിഞ്ഞോളൂ, ഞാൻ തരാം. ഞാൻ സന്ധ്യയുടെ അവന്റെ കളി. സന്ധ്യമയങ്ങും നേരം. ചേച്ചി, ഇനി എനിക്ക് പറ്റൊന്നും വേണ്ട. അതെന്ത്? നെന്മാറ വേലയ്ക്ക് പോയിരിക്കായിരുന്നു. നെന്മാറ വേല എന്തോന്നു? നെന്മാറ വേല എന്ന് പറഞ്ഞാൽ നെന്മാറയിൽ ഒരു വേല ചെയ്തിട്ട് വരുവാണ്. അതുകൊണ്ട് എനിക്കിന് പറ്റ് വേണ്ടെന്ന്. ഓ, നെന്മാറയിൽ നീ വീട്ടുവേലയ്ക്ക് പോയെന്ന്? ആ, അത് പറഞ്ഞ പറ്റ എനിക്ക് വേണ്ട. ചേച്ചിയുടെ പത്രം പത്രം എന്നത്തെ പത്രം ചേച്ചിക്ക് മിനിഞ്ഞാന്ന് കൊണ്ട് തരാനുള്ള പത്രം. നീ ഒരു കാര്യം ചെയ്യണം. നീ എല്ലാ ദിവസത്തെ പത്രം കൂട്ടി വെച്ചിട്ട് നീ ഒരു 30 അല്ലെങ്കിൽ 31 തീയതി ഈ പത്രം കൊണ്ട് ഇവിടെ എത്തിക്കണം. അത് നമുക്ക് 1 തീയതി കൃത്യമായിട്ട് പൈസ വാങ്ങിയിട്ട് പോവാല്ലോ. ചേച്ചി, എനിക്ക് ആകെ ഉള്ളൊരു വരുമാനമാണിത്. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തല്ലേ. ചേച്ചി ബണ്ണുണ്ടോ ചേച്ചി? ബണ്ണുണ്ട്. 2 പഴം എടുക്കരുത്. ആദ്യം നീ തരാനുള്ള കാശ്. ചേച്ചി എന്നെ ഇങ്ങനെ പറയില്ല, അറിയല്ല. ഞാനും എൻ്റെ അച്ഛനും എന്റെ ചേട്ടനും നടക്കുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങള്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അതിന് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ, ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പ്രയാസപ്പെട്ട അങ്ങനെയുള്ള അച്ഛൻ്റെ ഒക്കെ ഭാഗം വെക്കാൻ പറഞ്ഞപ്പോ വെച്ചില്ല. കൊല്ലണ്ടേ അങ്ങനെ അച്ഛനായിട്ട് വളർത്തിട്ടോണ്ട് വന്നതിന് വരുന്ന പറവായത്. എനിക്ക് എന്തെങ്കിലും ഒരു പഴന്താ ചേച്ചി. ഒന്നുമില്ല, നീ പോയി നീ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഴപ്പമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന കുഴപ്പമുണ്ടോ? ഇരിക്കുന്ന കുഴപ്പമുണ്ട്. കടയിൽ ആരും നീ അങ്ങോട്ട് പോയി, ഞാൻ വെള്ളം എടുത്തിട്ട് പോരാ. നീ പോവാൻ നോക്ക്. ഞാൻ പൊക്കോളാം. പോ. പന്നപ്പെണ്ണുമ്പുള്ള എന്തെങ്കിലും എടുത്തിട്ട് കാര്യമില്ല. അറിയാൻ വരുമില്ല നമുക്കറിയാം. എന്തുവാണ് അതിന്റെ മൊത്തം പറഞ്ഞത്? കുപ്പിയൊക്കെ നടക്കി വെച്ചാന്ന്. എന്ത് പറയുന്നത്? നീ പോവാന്ന്. കുപ്പിയൊക്കെ നേരെ ഞാൻ വെച്ചിട്ടുണ്ട് രാവിലെ. ഞാൻ പോവാ. പോ. നല്ല കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലേ? പിന്നെ നല്ല കാര്യം. തടയും തുറന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ തരേണ്ട പറ്റിയിരട്ടവൻ. താക്കൂലേ എന്ത് എന്ത് ചേച്ചി ഇവിടെ ഇരിക്കാൻ വേണ്ടി? ഇതെന്തോ ചേച്ചിക്ക് ഇന്നൊരു പ്രത്യേകത? അയ്യോ എന്റെ മുഖത്തെന്തോ ഒരു കള്ള ലക്ഷണവും ഇല്ല. എന്തോ ഒരു പന്തികടുണ്ടല്ലോ. എന്തോ ചേച്ചി ഒരു പന്തികടും ഇല്ല. എന്നെ ഞാൻ ഇരുമ്പോ കണ്ടിട്ടില്ല, ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എന്തോ ചേച്ചി ഇത്? ഞാൻ അങ്ങനെ വേലക്കൊക്കെ പോയിട്ട് എന്റെ മുഖത്തൊക്കെ ഇത്തിരി മാറ്റമുണ്ട്. എന്തോ ഒരു പന്തികടുണ്ട്. ദൈവമേ, കുപ്പിക്കകത്തായി പോയല്ലോ താക്കോട്ടെ. എങ്ങനെ ഇനി കുപ്പി തുറന്ന് എന്നെ കള്ളാന്ന് വിളിക്കും. ചേച്ചി തൊടരുത്. അതിൽ തൊട്ടാ ഞാൻ കൈവിട്ടു. നിന്നെ തുടരുതെന്നല്ലടാ പറഞ്ഞത്. തുടരുതെന്നല്ലടാ പറഞ്ഞത്. എന്തോ പിടിപിടി ചേച്ചി, പയനെടുക്കുന്ന ചേച്ചി. എന്തോ ചേച്ചി ഇരുമ്പാണോ ചേച്ചിയുടെ കൈ? അപ്പൊ ഇവനാണ് പുതിയ ആള്. അതാണ് എനിക്കൊരു മുട്ടായി പോലും തരാത്ത. ഇതുപോലൊരു ദിവസം എന്റെ ഭർത്താവ് കമ്പിയായിട്ട് വന്ന് എന്റെ അടുത്ത്. ഞാൻ ആ കമ്പി വടി പിടിച്ച് ദൂരെ കളഞ്ഞിട്ടേ ഞാൻ ഇതുപോലൊരു പിടിയങ്ങ് പിടിച്ച് നിന്ന് വിറച്ചങ്ങേര്. നീ എന്റെ പിടിപിടി ചേച്ചി. അന്നേരം അങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഞാനൊരു അയൺ ലേഡിയാണെന്ന്. ചോരക്കകത്ത് ഇരുമിന്റെ അംശം കൂടി ഞാൻ അയൺ ലേഡിന്നൊക്കെ അങ്ങ് പറഞ്ഞു പിടിപ്പിക്കോ തന്നെ. നിന്നെ റെഡിയാക്കും. അപ്പൊ ഇതാണ് പരിപാടി. അപ്പൊ ഇതാണ് എന്നെ അടുപ്പിക്കാത്ത എന്റെ പരിപാടി. എന്താ അല്ലെ? എന്റെ ഈ കത്തിക്ക് മുറിച്ചെല്ലാം നിറഞ്ഞോണ്ടല്ലേ നിന്റെ ഈ വളച്ചിരി അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുകൂടാണ് ഇപ്പം. ഇത് അപ്പുറത്തെ വീട്ടിലെ ഗോപാലകൃഷ്ണനാണ്. എപ്പുറത്തെ വീട്ടിലെ ഗോപാലകൃഷ്ണനൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതാണ് പരിപാടി. ഇവിടെ വേണം. എന്തുവാ ഏർപ്പാട്? ഞാൻ എപ്പോഴും ഇവിടെ വരുന്നതാണ് ചേട്ടാ. ആണോ? ഒരു സാധനം മേടിക്കാൻ പറ്റുന്നത് എന്നെ അറിയത്തില്ല. ഞാൻ അവിടെ ഉള്ള 500 രൂപ. ഇല്ല, പൈസ തരത്തില്ലെന്ന് പറഞ്ഞില്ലേ? 500 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ പൈസ തരത്തില്ലെന്ന്. തരത്തില്ലേ? ഇല്ല. തരത്തില്ലേ? ഇല്ല. എന്റെ ദൈവം, ഈ കാണുമാണ് കൊണ്ട് ഞാൻ അല്ല അങ്ങനെ വിടാ. നിന്റെ അടുത്ത് ഞാൻ എടുക്കും. അങ്ങനെ കൊള്ളത്തില്ല. പിള്ളേർക്ക് കൊടുക്കും. മുട്ടായി എടുത്ത് പിള്ളേർക്ക് കൊടുക്കും. ദൈവമേ, അതിനിപ്പോ എന്തുവാ? അല്ലേ 2 മുട്ടായി സ്വന്തം ഭർത്താവിന്റെ പെണ്ണുമുള്ള കടയിൽ തരത്തില്ലെങ്കിൽ പിന്നെ ചേട്ടനെങ്കിലും പോകില്ല. ഇപ്പൊ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ചേട്ടൻ? ഞാനൊന്ന് വെളിക്കിരിക്കാൻ വന്നുമായിരുന്നു അതിന്റെ കൂടെ. എനിക്ക് ചേട്ടനെ അറിയാം. അയ്യോ ചേട്ടൻ അടിപൊളിയല്ലേ? ഓ ചേട്ടനെ ഇടിയെന്ന് പറഞ്ഞോണ്ടല്ലോ, ആന്യ ഇടിയാ കേട്ടോ. ചേട്ടൻ ഇങ്ങനെ കാല് പൊക്കി. ചേട്ടാ ചേട്ടൻ
ചേട്ടൻ ഇങ്ങനെ കാല് പൊക്കി മറ്റവനെ ഇങ്ങനെ വെക്കത്തില്ലേ? അതെ, അതെ, അതെ. ഭയങ്കര സ്റ്റൈലായിട്ടോ അത് കാണാൻ. അല്ലല്ല അത് അന്നേരത്തെ ഒരു സ്റ്റൈൽ, അന്നേരം ഒരു സാധനം ഞാൻ ചെയ്താ. ആണല്ലേ? ചെയ്താ ചേട്ടാ ശരിക്കും പറഞ്ഞില്ല, എനിക്കൊരു ഗുണ്ടയാണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആണ് സത്യം. ഇവിടെ ഓരോരുത്തർക്ക് നമ്മളെ ഒരു വിലയില്ലാത്ത കണ്ടോ പയ്യന്മാർ ഇവിടെ പുതിയ ഫാൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങാൻ പോണേ. എനിക്ക് അറിഞ്ഞൂടാ. സത്യത്തിൽ നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ യൂണിയനിൽ ചേർന്നേനെ. എന്റെ വീട് എവിടെടാ? എന്റെ ഇവിടെ തൊട്ടടുത്ത് ചേട്ടാ, ചേട്ടൻ കലിങ്ങില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ കലിങ്ങിന്റെ തൊട്ടപ്പുറത്ത്. അത് ശരി. ചേട്ടാ ഈ അടവൊക്കെ എങ്ങനെ പഠിച്ചു ചേട്ടാ? അടവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പല അടവുണ്ടാ, അടിക്കാൻ വരുന്നവന്റെ ലക്ഷണം കണക്കിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ അടവ് ഇറക്കി ഈ കൊടുക്കും. പുറകിൽ നിന്ന് ഇങ്ങനെ പൂട്ടിട്ട് പിടിക്കുന്ന അടവുണ്ടല്ലോ, ഞാൻ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഏതടി എവിടെ ചേട്ടാ ചാണ്ടിപ്പള്ളിലെ കലിങ്ങിന്റെ അപ്പുറത്ത് കിടന്ന ഒരു അടി ഉണ്ടാക്കിയില്ലേ പടയണിക്ക്? ഇങ്ങനെ വന്ന് ചേട്ടൻ ഇങ്ങനെ പിടിച്ചില്ലേ പുറകിന്ന്? ഇങ്ങനെ വന്ന് പിടിച്ചു. ഞാൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അടിച്ചല്ലേ? അങ്ങനെ അടിച്ചു. ഇങ്ങനെ പുറകിൽ നിന്ന് എടുത്ത് വന്നിട്ടല്ലേ? ഇങ്ങനെ പിടിക്കത്തില്ലേ? ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ എടുത്ത് അടിച്ചു. നമ്മള് അങ്ങനെ പിടിച്ച് ചേട്ടാ അല്ല ചേട്ടാ അതെങ്ങനെ ഊരുന്നേ? കണ്ടാ പറയൂ. സോറി സന്ധ്യയെ ഞാൻ നിന്നെ ചുമ്മാ തെറ്റിദ്ധരിച്ചു. അല്ല ചേട്ടാ ഇങ്ങനെ ഊരുന്ന സംഭവം ഒന്ന് പഠിപ്പിച്ചായിരുന്നു. ഊര് ഞാൻ പഠിപ്പിച്ചായിരുന്നു. നീയുടെ കൈ ഒരടവും ഇനി ഞാൻ പഠിപ്പിക്കാൻ പോവാ. ഇനി നിന്നെ ഞാൻ കൊട്ടാരക്കര കിടന്ന് ആടിയുണ്ട്. അതറിഞ്ഞാടാ? ഇല്ല. ആടി അറിഞ്ഞില്ലേ? പക്ഷെ അന്ന് ഞാൻ കാല് വീശി അടിച്ച കാലിന് മേലെ കാലങ്ങനെ ഉളുക്കിയോ? കാല് ഉളുക്കിയത്. എനിക്ക് തീരുമാനം അറിയോ? എനിക്ക് തീരുമാനം അറിയാം. വിശ്വാസമാണോ? മനസ്സിലായി? ചെറുക്കൻ ഇംഗ്ലീഷ് പറഞ്ഞൂടാ. അപ്പൊ ഞാൻ തിരുമും. അത് എന്റെ മുത്തച്ഛൻ തിരുമുകാരനായിരുന്നു. അത് ശരി. മുത്തച്ഛന് കളരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വഴി ഞാനും കളരി പോയിരുന്ന് മുത്തച്ഛൻ എന്നെ പഠിപ്പിച്ച. ഈ കാലിനാണോ വേദന? ഈ കാലിന് വേന. ഈ കാലിനാണോ? ഈ കാലിനാണല്ലേ? ഈ കാലിന് വേന. അപ്പൊ വേറെ കാര്യമുണ്ട്, ഇതെല്ലാം ഓപ്പോസിറ്റാ. എങ്ങനെ? നമ്മളെ ഇവിടെ വേദന വന്നാ ഇവിടെ ആയിരിക്കും അസുഖം. അങ്ങനെ അതായത് ഈ കൈക്ക് വേദന വന്നാ ഈ കൈക്കായിരിക്കും നമ്മൾ തിരുവുണ്ട്. അങ്ങനത്തെയാ. അപ്പൊ ഇവിടെ വേദന വന്നാൽ ആ കാല് തിരുവണം. അപ്പൊ ഈ കൈക്ക് വേദന വന്നാൽ നമ്മൾ ഇവിടെയാണോ? ഈ കൈ തിരുവണം. അപ്പൊ ഒരു കാര്യം ചെയ്യടാ, ഈ കൈ ആദ്യം പിടി. ഈ കൈ പിടിയില്ല. കാരണം കാല് വിഷയമല്ല, നമ്മൾ രണ്ട് കുറഞ്ഞു തീരാന്ന് വെച്ചാൽ കൈ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൊതു കൊടുക്കുന്ന. അങ്ങനെ ചേട്ടാ ഇപ്പൊ കൈക്കാണെങ്കിലും തലയ്ക്കാണെങ്കിലും അസുഖമെങ്കിലും ഞരമ്പെല്ലാം പോകുന്ന കാലേ കൂടെ. അത് കറക്റ്റാ. അപ്പൊ ഈ കാല് വേണം തിരുവാൻ ആദ്യം. അങ്ങനെ കാല് തിരുവണം. എന്നാ കാല് തിരുമ്മി. ചേട്ടൻ ഇവിടെ കിടക്കും. തിരുമ്മിക്കോ. ഇവിടെ കട. ഈ കാല് തിരുമ്മിക്കോ. നല്ല വീട്. അതിപ്പോ എന്തോ ഈ കാലല്ലേ? കണ്ടോ? ചുമ്മാ ഓരോരോ വേലകളെ കൊണ്ട് ചേർക്കല്ലേ. ഓരോ എന്തോ ചെയ്യാനെന്ന് പൗരഷിച്ച് കൂടിയും പോയും ചെയ്ത്. കാല് വേനയില്ല, കുഴപ്പമില്ല. സന്ധ്യേ 500 താടി പറഞ്ഞില്ലേ? ഞാൻ ചേട്ടന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഉർവശി ചേച്ചി സ്ഫടികത്തില് മോഹൻലാലിന്റെ മുഖത്തിരിക്കുന്ന ഗ്ലാസ് ചോദിക്കുന്നുണ്ട്. ഗ്ലാസ് ചോദിക്കുന്നു. അതുപോലെ ഈ ഒരു ശിഷ്യനായിട്ട് എന്നെ അംഗീകരിച്ചെങ്കിൽ ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ചേട്ടന്റെ അണ്ടർവെയർ ഊരി തരാവോ? അണ്ടർവെയർ അത് മതി. പരിചയവും ഇല്ല. ഇതെന്താണ് ഇവനെ ഉദ്ദേശിച്ചോന്ന്? അണ്ടർവെയർ ഓളും നമ്മളുടെ കോട്ടി അടിക്കാനുള്ള പരിപാടിയാൻ. അങ്ങനെ അങ്ങനെ ഞാൻ കുണ്ടല്ലേ. പിന്നെ അങ്ങനെ ഒരു സംശയം തോന്നാനേ. അണ്ടർവെയർ എന്താ കീറി കിടക്കണ്ട ഇവിടെ ഇങ്ങനെ. അത് ഞാൻ ഒരു സാധനം കൊടുത്താൽ പുതിയത് കൊടുക്കും. അതാ. വേറൊരു കാര്യമൊന്നും ഉണ്ട് ചേട്ടന്, സസ്പെൻസ് ആണ്. എന്തുവാ? ഞാൻ പറയണോ? അത് പറഞ്ഞാൽ ചേട്ടൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടും. എന്തുവാ? അതൊക്കെ എനിക്ക് അടുത്തോടൊന്നും പറഞ്ഞ ഞാൻ മാറി എന്നൊക്കെ സംസാരിച്ചാ. അല്ല ഒരു സംഭവം ഉണ്ട്. എന്തുവാ? പറയട്ടെ? ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേയാ. ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ അറിയാവോ? എന്റെയോ? ചേട്ടൻ ഇന്ന് 46 വയസ്സ് തികയുന്ന ദിവസമാ. പക്ഷെ ചേട്ടനെ കണ്ട ഒരു 38 പറയത്തുള്ളൂ. ഈ മുതുക്ക് പുല്ലിനൊക്കെ എന്നേ കളഞ്ഞിട്ട് പോണ്ട സമയം കഴിഞ്ഞു. അതെ. ഇതൊക്കെയാണ് നമ്മളെ പ്രത്യക്ഷത്തിൽ അല്ലടാ. വേറെ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം. നിന്റെ ഉണ്ടാ പരിചയത്തിൽ പെമ്പിള്ളേർ വല്ലതും കല്യാണം കൂടെ നമ്മുടെ ഈ ഗുണ്ടായിസം വിഷയമില്ലല്ലോ. അങ്ങനത്തെ വിഷയമില്ല. ഒരു വിഷയമില്ല. ഗുണ്ടകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആണോ? ഇഷ്ടമാണവരെ. എന്തായാലും എനിക്ക് സന്തോഷം. എന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് കേട്ടാടി. നിനക്ക് ഓർമ്മ ഉണ്ടാടി? നീ കെട്ടിയോ എന്റെ ഹാപ്പി ബർത്ത്ഡേ? ആ ചെറുക്കനറിയാം എന്റെ ഹാപ്പി ബർത്ത്ഡേ ഇന്നാന്ന്. അപ്പൊ എനിക്ക് ചേട്ടൻ എന്താ തരുന്നത് ഇന്ന്? എന്റെ കത്തിയുടെ ഈ കത്തിയുടെ റഞ്ഞി എടുത്തു. കത്തി വേണ്ട. പിന്നെന്താ കൊടുക്കാനാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്. ഇല്ലില്ല. ചേട്ടന്റെ പോക്കറ്റിൽ കിടക്കുന്ന മുട്ടായി എനിക്ക് തരാമോ? ഈ കുഞ്ഞു കാര്യത്തിനാണ് ഈ ചെറുക്കാന് ആവശ്യമില്ല അണ്ടർവെയർ ചോദിക്കുന്നത്. എന്തെല്ലാം അഴിക്കണ്ട ചേട്ടാ, എന്തിനാ അഴിക്കണം? ഇപ്പൊ മൊത്തം വേണമെങ്കിൽ മൊത്തം എടുത്ത് കൊണ്ടുപോകും. തീരാവുന്ന കേസാണെങ്കിൽ അങ്ങനെ അങ്ങ് പോടല്ലേ. അങ്ങനെ പോണെങ്കിൽ അങ്ങ് പോട്ടെ. അല്ലല്ല ഞാൻ പൈസ ഞാൻ എടുത്താണെങ്കിൽ അവന് കൊടുക്കാൻ മുട്ടായി. പോട്ടെ.
ഇവിടെ ഞാൻ വെറും അങ്ങ് പൊട്ടനും ലോക്കലും എന്നുള്ള ധാരണയിൽ നീ അങ്ങ് പോരുത് ഇല്ല. കേട്ടോ മനുഷ്യൻ അങ്ങ് പറ്റിച്ചങ്ങ് പോകാന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇല്ല ചേട്ടാ, ഞാൻ വെറുതെ വേണ്ട. ഇല്ല. ഇത്ര നേരം ഇവിടെ കിടന്ന് ഷോ കാണിച്ചു അല്ല. ഞാൻ എന്താ ഒന്നും മിണ്ടാഞ്ഞേ? എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. കാരണം നീ പറഞ്ഞതിൽ പല കാര്യം ഉണ്ടായിട്ടേ മിണ്ടാഞ്ഞേ. അത് തന്നെ, അത് തന്നെ. എന്നിട്ട് അവസാനമായിട്ട് നീ ഒരു വാക്ക് പറയാൻ അങ്ങ് പോവാന്നോ നീ? അയ്യോ ഇല്ല ചേട്ടാ, ഞാൻ ചേട്ടനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനോട് ബഹുമാനമാണ്, എനിക്ക് ഗുണ്ടാകാൻ ആഗ്രഹമുണ്ട്, എല്ലാം സത്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാ പറയടാ. എന്തോ ചേട്ടാ ഇനി എന്താ പറയണ്ടത്? ഹാപ്പി ബർത്ത്ഡേ പറ. ഞാനത് മറന്നു. എന്റെ പൊന്ന് ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അത് തന്നെ